വാർത്തകൾ വിശദമായി. ജെഎൻയുവിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത വിദ്യാർത്ഥികൾ പോലീസിന് കീഴടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചു. കീഴടങ്ങിയില്ലെങ്കിൽ എന്തു മാർഗവും സ്വീകരിക്കുമെന്ന് DGP BS ബസി പറഞ്ഞു. പോലീസിനെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ലെന്ന നിലപാടിലാണ് അധ്യാപകർ. ഒളിവിൽ പോയ വിദ്യാർത്ഥികളായ ഉമർ ഖാലിദ്, അനിർബൻ ഭട്ടാചാര്യ, അശുതോഷ് കുമാർ, ആനന്ദ് പ്രകാശ് നാരായണ, ഐശ്വര്യ അധികാരി, ശ്വേത രാജ് എന്നിവരാണ് ക്യാമ്പസിലെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ജെഎൻയു ക്യാമ്പസിനുള്ളിൽ നിന്നും മനുശങ്കർ ചേരുന്നു. വിവരങ്ങൾ. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഉമർ ഖാലിദ് അടക്കമുള്ള 6 വിദ്യാർത്ഥികളും ഇപ്പോൾ വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം പോലീസ് മുമ്പാകെ കീഴടങ്ങേണ്ടതില്ല എന്നൊരു നിലപാടാണ് വിദ്യാർത്ഥികൾ പങ്കുവച്ചത്. അധ്യാപക സംഘടനാ പ്രതിനിധികളും VCയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പോലീസിനെ ക്യാമ്പസിനകത്ത് പ്രവേശിപ്പിക്കരുത് എന്നൊരു നിലപാടാണ് വിദ്യാർത്ഥികൾ പങ്കുവെക്കുകയും ചെയ്തത്. മാത്രമല്ല വിവിധ വ്യാജ വീഡിയോകളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം പോലീസ് ചുമത്തുകയും ചെയ്തിരുന്നത്. എന്നാൽ ഈ വീഡിയോകളെല്ലാം വ്യാജമാണ് എന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ക്രിമിനൽ കേസുകളെല്ലാം ഒഴിവാക്കണം എന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ ഉമർ ഖാലിദൊപ്പം അനിർബൻ ഭട്ടാചാര്യ, ആനന്ദ്, അശുതോഷ്, DCU സെക്രട്ടറി കൂടിയായ രാമനാഗ അടക്കമുള്ളവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഈ ക്രിമിനൽ കേസുകൾ ഒഴിവാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി ഇതിനുശേഷം വ്യക്തമാക്കിയത് വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു കടുത്ത നിലപാടുകളിലേക്ക് കടക്കുകയാണെങ്കിൽ തങ്ങൾക്കും മറ്റു വഴികൾ തേടേണ്ടി വരും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ പോലീസ് മുമ്പാകെ കീഴടങ്ങേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. പോലീസ് ക്യാമ്പസിനകത്ത് കയറിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം VCക്ക് മാത്രമായിരിക്കുമെന്നും വിദ്യാർത്ഥികൾ പറയുന്ന സാഹചര്യത്തിൽ പോലീസ് അകത്ത് കയറി മറ്റു വഴികൾ തേടേണ്ടി വരുമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ BS ബസിയും വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാല ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ദില്ലി പോലീസ് കമ്മീഷണർ ബസി RSS ഏജന്റിനെ പോലെ പെരുമാറുന്നുവെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. വയനാട്ടിലെ ആദിവാസി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് വളയൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൃന്ദ കാരാട്ട്. പൊരുതുന്ന ജെഎൻയുവിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഫാസിസത്തിനെതിരെ ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ മാനവ പ്രതിരോധം സംഘടിപ്പിച്ചു. ജെഎൻയു പൂർവ്വ വിദ്യാർത്ഥിയും നടിയുമായ സജിത മഠത്തിൽ മാനവ പ്രതിരോധം ഉദ്ഘാടനം ചെയ്തു. പൊരുതും ജെഎൻയു പടരും നാടാകെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് DYFI, SFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തുടങ്ങി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിരോധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഗാന്ധിജിയെ വധിച്ച ദിവസം ലഡ്ഡു വിതരണം ചെയ്തതും ഗോഡ്സെയെ തൂക്കിലേറ്റിയ ദിവസം ബലിദാന ദിനമായി ആചരിക്കുന്നതും രാജ്യദ്രോഹ കുറ്റമായി കാണാത്തവരാണ് അവരുടെ താൽപര്യത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതെന്ന് പ്രതിരോധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സജിത മഠത്തിൽ പറഞ്ഞു. പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലാത്ത സംവാദത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവർ രാജ്യദ്രോഹികളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ ചുമത്തിയ അതേ വകുപ്പ് തന്നെയാണ് ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്കെതിരെ ചുമത്തുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്ത CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് പറഞ്ഞു. രാജ്യദ്രോഹം അളക്കുന്ന പുതിയ ഉപകരണം RSS കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരാണ് ദേശസ്നേഹി, ആരാണ് രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിക്കുന്നത്. BJPക്കും RSSനും നരേന്ദ്രമോദിക്കുമെതിരെ സംസാരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ DYFIക്കാർ എല്ലാവരും രാജ്യദ്രോഹികളാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് പറഞ്ഞു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, DYFI എറണാകുളം ജില്ലാ പ്രസിഡന്റ് KS അരുൺകുമാർ, സെക്രട്ടറി സതീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്ഥാനാർത്ഥി തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും ദില്ലിയിലെത്തി. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും എന്നതിനർത്ഥം എല്ലാവരും മത്സരിക്കുമെന്നല്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി പ്രവർത്തക സമിതി യോഗം AK ആന്റണിയുമായി പ്രത്യേകം ചർച്ച നടത്തി. വൈകിട്ട് 7 മണിക്ക് 3 നേതാക്കളുമായും സോണിയാഗാന്ധി ചർച്ച നടത്തും. വിവരങ്ങളുമായി സന്തോഷ് സാലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, വിവരങ്ങൾ. അനന്തു, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് AK ആന്റണിയുമായി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം ഹലോ സന്തോഷ്, തുടരാം.
അനന്തു, ഇപ്പോൾ രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തല AK ആന്റണിയെ കാണുകയാണ്. അല്പസമയം മുമ്പ് VM സുധീരൻ AK ആന്റണിയെ വസതിയിലെത്തി കണ്ടിരുന്നു. 3 പേരും തങ്ങളുടെ നിലപാടുകൾ ആന്റണിക്ക് മുമ്പിൽ ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങൾ എന്നതിന് പുറമെ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കും എന്നതാണ് പ്രശ്നം. VM സുധീരനും രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി നയിക്കുന്നതിനെ എതിർക്കുന്നു. ബാർ കേസിലും സോളാർ കേസിലുമായി പ്രതിച്ഛായ നഷ്ടമായിരിക്കുന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിർത്തുന്നത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും എന്നാണ് അവർ അറിയിക്കുന്നത്. കൂടാതെ A ഗ്രൂപ്പിലെ തന്നെ വിവിധ MLA-മാർ തന്നെ ആരോപണ വിധേയരായിട്ടുണ്ട്. പ്രത്യേകിച്ച് തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ തുടങ്ങിയവർ. അങ്ങനെയുള്ളവർക്ക് സീറ്റ് നൽകുന്നതിനെ VM സുധീരനും രമേശ് ചെന്നിത്തലയും എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ VM സുധീരൻ സ്വന്തം ആൾക്കാരെ സ്ഥാനാർത്ഥി പട്ടികയിൽ കുത്തി നിറയ്ക്കുന്നതിനെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എതിർക്കുകയും ചെയ്യും. ഇന്ന് രാത്രി 7 മണിയോടുകൂടി സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുഗൾ വാസ്നിക്ക്, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഗുലാം നബി ആസാദ് തുടങ്ങിയവരും പങ്കെടുക്കും. നേതാക്കളോട് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നായിരിക്കും പറയുക. പക്ഷേ ഇതിന് 3 പേർക്കും ഇതെങ്ങനെ പ്രായോഗികമാക്കും എന്നതാണ് ഏറ്റവും പ്രശ്നം. സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിയമസഭാ സീറ്റിനെ ചൊല്ലി ആഭ്യന്തര കലഹം രൂക്ഷം. ചങ്ങനാശ്ശേരി സീറ്റിന് അവകാശം ഉന്നയിച്ച് യൂത്ത് ഫ്രണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ രംഗത്ത്. പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MLA-യുമായ CF തോമസ് മാറി നിൽക്കണമെന്നും ആവശ്യം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം നേതൃത്വത്തോട് ചങ്ങനാശ്ശേരി സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തൽക്കാലം തളിപ്പറമ്പിൽ മത്സരിക്കാനും അടുത്ത തവണ ചങ്ങനാശ്ശേരി സീറ്റ് നൽകാമെന്നും പാർട്ടി നേതൃത്വം അന്ന് നൽകിയ ഉറപ്പ് ഇക്കുറി പാലിക്കുമെന്നാണ് കരുതുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് മുൻ നേതാവ് ജോബ് മൈക്കിൾ പീപ്പിൾ TVയോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിക്ക് സീറ്റ് ചോദിച്ച ആളാണ്. ആ ചോദിച്ച സമയത്ത് എന്നോട് പാർട്ടി പറഞ്ഞത് അടുത്ത പ്രാവശ്യം തീർച്ചയായും ഈ സീറ്റ് ജോബ് മൈക്കിൾ മത്സരിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ തളിപ്പറമ്പിന് പോയത്. ആ തീരുമാനം പാർട്ടി നടപ്പാക്കിക്കണം. പാർട്ടി ചെയർമാനും പാർട്ടി ലീഡർഷിപ്പും ഒക്കെ അതിനുവേണ്ടി നിലപാടെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാർട്ടിയിൽ കാലഘട്ടത്തിന് അനുസൃതമായി മാറ്റമുണ്ടാകണം. വർഷങ്ങളായി മത്സരിച്ചവർ യുവാക്കൾക്കായി മാറിക്കൊടുക്കണം. 36 വർഷം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മത്സരിച്ച് അവരുടെയൊക്കെ പ്രായം മാറിക്കഴിയുമ്പോൾ പുതിയ ആളുകൾ വരണമല്ല. അങ്ങനെ ആ മാറ്റത്തിന് അനുസൃതമായിട്ടുള്ള ഒരു കാര്യം ചങ്ങനാശ്ശേരിയിൽ നടക്കും. പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MLA-യുമായ CF തോമസ് പാർട്ടി തീരുമാനത്തിന് അനുസൃതമായി മാറിക്കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ജോബിന്റെ മറുപടി ഇങ്ങനെ: പാർട്ടിയോട് കൂറും അചഞ്ചലമായ വിശ്വാസം കൂറും നിലനിർത്തുക എന്ന് പറഞ്ഞൊരു പാർട്ടി മെൻ്റെ കടമയാണ്. ആ പാർട്ടി മെൻ ആ കടമ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മാറിക്കൊടുക്കത്തില്ല എന്നുള്ള തീരുമാനം അല്ല. അത് പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് പാർട്ടിക്ക് അനുസൃതമായി ആ പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയോട് കൂറ് പുലർത്തുന്ന ആള് അതിനുവേണ്ടി തയ്യാറെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മുന്നണിയിലോ പാർട്ടിയിലോ സീറ്റ് ചർച്ചകൾ തുടങ്ങാനിരിക്കുന്ന സന്ദർഭത്തിൽ കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമായ കോട്ടയത്തു നിന്നും സീറ്റിനായി ഉയർന്ന പരസ്യമായ അവകാശവാദം വരും ദിവസങ്ങളിൽ പാർട്ടിയെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും. കനയ്യയുടെ അറസ്റ്റ് സഭയെ ബഹളമയമാക്കും. JNU വിഷയം സഭ ചർച്ച ചെയ്യാമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. വ്യാഴാഴ്ച റെയിൽവേ ബജറ്റും തിങ്കളാഴ്ച പൊതു ബജറ്റും അവതരിപ്പിക്കും. JNU വിഷയത്തിൽ ഇടതുപക്ഷവും പ്രതിപക്ഷ പാർട്ടികളും സംയുക്തമായി പ്രതിഷേധത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബഡ്ജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കുന്നത്. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത് വ്യാജ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. കൂടാതെ വിഷയത്തിൽ NDAയ്ക്കുള്ളിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. പുറമേ നിന്നുള്ള പിന്തുണ സമാജ്വാദിയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ലഭിക്കില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. വിഷയം ചർച്ച ചെയ്ത് പ്രതിഷേധം കുറയ്ക്കാനും NDA ശ്രമിക്കുന്നു. എന്നാൽ JNUവിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി ദേശവിരുദ്ധരെ പിന്തുണയ്ക്കുന്നു എന്ന് കാണിച്ച് BJP അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് സൂചനയുണ്ട്. എങ്കിലത് പ്രശ്നങ്ങളെ വീണ്ടും ആളിക്കത്തിക്കും. രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ ഇത്തവണയും കേന്ദ്ര സർക്കാരിന് കഴിയില്ല. 25-ാം തീയതി കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി സുരേഷ് പ്രഭു കേന്ദ്ര റെയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും. തിങ്കളാഴ്ച മോദി സർക്കാരിന്റെ 2ാമത്തെ പൂർണ്ണ പൊതു ബഡ്ജറ്റ് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും അവതരിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. K. ബാബുവിനെതിരായ ബാർക്കോഴ കേസ് പരിഗണിക്കുന്നത് ഏപ്രിൽ 23 മാറ്റി. ത്വരിത പരിശോധനാ റിപ്പോർട്ട് പരിഗണിക്കുന്നത് തൃശൂർ വിജിലൻസ് കോടതിയാണ് മാറ്റിയത്. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന് മണൽ ശില്പത്താൽ സ്മരണാഞ്ജലി. തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്താണ് ONVക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അദ്ദേഹത്തിന് മണൽ ശില്പമൊരുക്കിയത്. കണ്ണൂർ സ്വദേശിയായ ദീപക്കാണ് മണൽ ശില്പം നിർമ്മിച്ചത്.
സാഗരമേ ശാന്തമാകനീ സാന്ത്യരാഗം മായുന്നിതാ. ശംഖുമുഖം കടപ്പുറത്തെ മണൽത്തിട്ടയിൽ മലയാളത്തിന്റെ പ്രിയ കവി ONVയുടെ മുഖം തെളിഞ്ഞു. കേരളത്തിന്റെ മണ്ണും മനസ്സുമറിഞ്ഞ മഹാകവി വിടവാങ്ങിയപ്പോൾ മണൽ തരികളാൽ തീർത്ത ആദരാഞ്ജലിയായി ഈ ശില്പം. തിരുവനന്തപുരത്ത് താമസമാക്കിയ കണ്ണൂർ സ്വദേശിയും ഡിസൈനറുമായ ദീപക്കാണ് ONV കുറുപ്പിന്റെ മണൽ ശില്പമൊരുക്കിയത്. നമ്മുടെ ജീവിതാവസാനം വരെ നമ്മൾ മൂളിക്കൊണ്ട് നടക്കുന്ന പാടിക്കൊണ്ട് നടക്കുന്ന പല പാട്ടുകളും നമുക്ക് നൽകിയ ONV കുറുപ്പ് സാറ് നമ്മളെ വിട്ട് പോയിക്കുകയാണ്. ONV കുറുപ്പ് സാറിന് വേണ്ടിയിട്ട് നമ്മുടെ ആദരാഞ്ജലി. 3 മണിക്കൂറോളം സമയമെടുത്താണ് ദീപക്കും സുഹൃത്തുക്കളും മണൽ ശില്പം നിർമ്മിച്ചത്. 2007 മുതൽ ഇതുവരെ ശംഖുമുഖം കടപ്പുറത്തു തന്നെ ദീപക് 100ഓളം മണൽ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിൽ ആദിവാസി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് വളയൽ സമരം തുടരുകയാണ്. ആദിവാസികൾക്കുള്ള ഭൂവിതരണം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വിവരങ്ങളുമായി അനൂപ് വയനാട്ടിൽ നിന്നും ചേരുന്നു. അനൂപ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? വയനാട്ടിൽ കളക്ടറേറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള ആദിവാസി ക്ഷേമ സമിതിയുടെ സമരം തുടരുകയാണ്. ഭൂവിതരണത്തിലും മറ്റ് ക്ഷേമ പദ്ധതികളിലും ആദിവാസികളുടെ സർക്കാർ പുലർത്തുന്ന വഞ്ചനയിൽ പ്രതിഷേധിച്ചാണ് ആദിവാസി ക്ഷേമ സമിതി ഇന്ന് രാവിലെ 6 മണി മുതൽ കളക്ടറേറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടത്തുന്നത്. അല്പം നേരത്തെ CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് സമരം ഉദ്ഘാടനം ചെയ്തു. രാവിലെ 6 മണി മുതൽ ആരംഭിച്ച സമരം തുടരുകയാണ്. സമരക്കാരുടെ AKSന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഭൂരഹിത ആദിവാസികൾക്ക് ഭൂമി നൽകുക, വനാവകാശ നിയമം ഭേദഗതി ചെയ്ത് വനഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഭൂമി നൽകുക, ഭൂമിയുള്ള ആദിവാസികൾക്ക് കൃഷി ചെയ്യാൻ അവസരം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും AKS ഉയർത്തുന്നത്. ഇതിനിടെ 2011 LTF ഗവൺമെന്റ് ആദിവാസി ഭൂവിതരണത്തിൽ നീക്കിവെച്ച 50 കോടി രൂപയിൽ നിന്ന് ഒന്നും ചിലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെ ആയിട്ടില്ല. ഈ തുക കാര്യക്ഷമമായി വിനിയോഗിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ഇതോടൊപ്പം കഴിഞ്ഞ 4.5 വർഷം വെറും 251 പേർക്ക് മാത്രമാണ് സർക്കാർ ഭൂമി നൽകിയത്. ജില്ലയിൽ 19ഓളം കേന്ദ്രങ്ങളിൽ ഭൂസമരം നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നിന്നും ഇടപെടാൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല. ആരോഗ്യ മേഖലയിലടക്കം ആദിവാസി വിഭാഗങ്ങൾ ആരോഗ്യ മേഖലയിലടക്കം വലിയ പിന്നോക്കാവസ്ഥയാണ് അനുഭവിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് വലിയ സമരവുമായി AKS വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. കളക്ടറേറ്റ് ഉപരോധ സമരം അല്പം നേരത്തെ CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന സർക്കാർ ഇലക്ഷൻ അടുത്ത സമയത്ത് ചില പുതിയ ആദിവാസി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമായിരുന്നു. കഴിഞ്ഞ 5 വർഷം സംസ്ഥാന സർക്കാർ ഉറങ്ങുകയായിരുന്നുവെന്ന് വൃന്ദ കാരാട്ട് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. അനൂപാണ് വിവരങ്ങൾ നൽകിയത്. സരിതയുടെ ഫോൺ രേഖകൾ ഡിലീറ്റ് ചെയ്തതായി IG TJ തോം ജോസ് സോളാർ കമ്മീഷനെ അറിയിച്ചു. കേസിന് പ്രയോജനപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കിയാണ് ഡിലീറ്റ് ചെയ്തതെന്നും ഇത് വിദഗ്ധർക്ക് തിരികെ എടുക്കാൻ കഴിയുമെന്നും TJ ജോസ് കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഇന്നും ഹാജരായില്ല. അസുഖമായതിനാൽ വിസ്താരം 2 ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട സരിത കമ്മീഷനിൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും മറ്റന്നാൾ സരിത നിർബന്ധമായും പങ്കെടുക്കണമെന്ന് കമ്മീഷൻ അറിയിച്ചു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തലസ്ഥാന നഗരം അവസാനവട്ട ഒരുക്കത്തിലാണ്. നഗരത്തിലെ നിരത്തുകൾക്കിരുവശവും വിൽപ്പനയ്ക്കായുള്ള മൺകലങ്ങളും ഇഷ്ടികകളും നിറഞ്ഞു കഴിഞ്ഞു. നാളെ പൊങ്കാലയിടാനായി തലസ്ഥാനത്തേക്ക് ഭക്തജന പ്രവാഹം തുടങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിനു മുന്നിലെ പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടെ തലസ്ഥാന നഗരത്തെ യാഗശാലയാക്കി മാറ്റുന്ന പൊങ്കാലയ്ക്ക് തുടക്കമാവും. ഉച്ചയ്ക്ക് 1:30 പൊങ്കാല നിവേദ്യം. നിവേദ്യത്തിനായി 250ഓളം ശാന്തിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പൊങ്കാലയ്ക്കായി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നഗരം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. നഗരത്തിലെ നിരത്തുകൾക്കിരുവശവും വിൽപ്പനയ്ക്കായുള്ള പുത്തൻ മൺകലങ്ങൾ സ്ഥാനം പിടിച്ചു. പൊങ്കാലയെ വരവേൽക്കാനായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ക്ഷേത്ര ട്രസ്റ്റും ജില്ലാ ഭരണകൂടവും നഗരസഭയും. ഭക്തർക്ക് വേണ്ട സുരക്ഷയും സൗകര്യങ്ങളും ഒരുക്കാനായി 3000ഓളം പോലീസുകാരെയാണ് വിന്യസിക്കുക. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകളും പ്രവർത്തിക്കും. പൊങ്കാലയെ പ്ലാസ്റ്റിക് രഹിതമാക്കാനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടവും നഗരസഭയും ശുചിത്വ മിഷനും. പൊങ്കാലയ്ക്ക് ശേഷം നഗരം ശുചീകരിക്കാനായി നഗരസഭ 1784 പേരെയും നിയോഗിച്ചിട്ടുണ്ട്. 24-നാണ് പൊങ്കാല മഹോത്സവം സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സെവൻസ് ഫുട്ബോളും രാഷ്ട്രീയവും ജീവിതമാക്കിയ ഏറനാട്ടിൽ പ്രചാരണം വികസനം മുൻനിർത്തി. അരീക്കോട് ഫുട്ബോൾ സ്റ്റേഡിയവും ആഡിൻപാറ ജലവൈദ്യുത പദ്ധതിയും പ്രധാന റോഡുകളുടെ നവീകരണവും വികസന നേട്ടങ്ങളായി അവതരിപ്പിക്കുമ്പോഴൊക്കെ പ്രധാനമായ വാഗ്ദാനമായ
ടെക്നോ പാർക്ക് എവിടെ പോയെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. അരീക്കോടാണ് സെവൻസ് ഫുട്ബോളിൽ മലബാറിലെ മക്ക. 12 കോടി ചെലവിൽ അരീക്കോട്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം, 3.5 മെഗാവാട്ട് ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതി ആഢ്യൻപാറയിൽ. ഇതോടൊപ്പം ആഢ്യൻപാറയിലെ വിനോദസഞ്ചാര മേഖലയിലും ഭംഗി കൂട്ടി. പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരത്തിന് മാത്രം 75 ലക്ഷം. ആഢ്യൻപാറ ഞാൻ MLA ആയി വന്നതിന് ശേഷം ആദ്യം 75 ലക്ഷം റുപ്യക്ക് ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അതിൻ്റെ പണി പൂർത്തിയായി. പിന്നീട് ആഢ്യൻപാറ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ടൂറിസം പദ്ധതിക്ക് 3.5 കോടി രൂപയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗതാഗത കുരുക്കിന്റെ കേന്ദ്രമായിരുന്ന എടവണ്ണ ടൗണിൽ 30 മുതൽ 40 മീറ്റർ വരെ റോഡിന് വീതി കൂട്ടി. പക്ഷേ MLA-മാരുടെ പ്രാദേശിക ഫണ്ട് ഇത്രയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും മണ്ഡലത്തിൽ ഇതിനേക്കാൾ വികസനമുണ്ടായെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതുപോലെ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയത്, സ്കൂളിൽ ആംബുലൻസ് ബസ് വാൻ കൊടുത്തത്, ആശുപത്രിക്ക് ആംബുലൻസ് കൊടുത്തത്, ഇതൊക്കെയാണ് വികസന പ്രവർത്തനമെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പാകെ സ്വയം പരാജയം തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. അതൊന്നും ഒരു MLA-യുടെ വികസനത്തിൻ്റെ നേട്ടങ്ങളായി ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങളല്ല. അവിടെ വ്യാവസായിക രംഗത്ത്, കാർഷിക രംഗത്ത് ആ രീതിയിൽ എന്ത് അഭിവൃദ്ധിയാണ് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? സ്വന്തമായി ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചെന്ന നേട്ടവും ബഷീറിനുണ്ട്. ചാലിയാറിലെ ആദിവാസി മേഖലയിൽ പലകത്തോട് പദ്ധതി പൂർത്തിയാക്കിയ മൈത്ര പാലത്തിന് അപ്രോച്ച് റോഡ് നിർമ്മിക്കാനായില്ല. വിദ്യാഭ്യാസ മേഖലയിൽ 16.5 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നു. വികസന നേട്ടങ്ങൾ ഫലം കാണുമെന്ന പ്രതീക്ഷ പോലും ഇപ്പോൾ UDF-നോ മുസ്ലിം ലീഗിനോ ഇല്ലെന്നതാണ് തെരഞ്ഞെടുപ്പിന് മുന്നിലെ ഏറനാട്ടിലെ ചിത്രം. സെഡ്നാക് ജി കപ്പ് ഉക്രൈൻ ക്ലബ്ബായ FC നിപ്രോയ്ക്ക്. ബ്രസീലിയൻ ക്ലബ്ബ് അത്ലറ്റിക്കോ പെരാനസിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് നിപ്രോ പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 40,000-ലധികം കാണികളെ സാക്ഷി നിർത്തിയാണ് ഉക്രൈൻ ടീമായ FC നിപ്രോ നാഗ്ജി കപ്പിൽ മുത്തമിട്ടത്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കായിരുന്നു FC നിപ്രോ ബ്രസീൽ ക്ലബ്ബായ അത്ലറ്റിക്കോ പെരാനൻസിനെ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലുടനീളം ആക്രമണോത്സുക കളി പുറത്തെടുത്ത നിപ്രോ കലാശം പോരാട്ടത്തിലും കാണികളെ നിരാശരാക്കിയില്ല. 39-ാം മിനിറ്റിൽ ഇഫോർ കോഗട്ട് നിപ്രോയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ നേടി. ഗോൾ മടക്കാൻ ബ്രസീൽ ടീം ശ്രമിച്ചെങ്കിലും നിപ്രോയുടെ പിഴവറ്റ പ്രതിരോധത്തിന് മുന്നിൽ ശ്രമങ്ങളെല്ലാം വിഫലമായി. 61-ാം മിനിറ്റിൽ ഡെനീസ് ബലാൻഡുക്ക നിപ്രോയുടെ 2ാം ഗോൾ നേടി. 85-ാം മിനിറ്റിൽ യൂറിൻ വാക്കുൾക്കോയുടെ ഗോളിലൂടെ നിപ്രോ ഗോൾ പട്ടിക പൂർത്തിയാക്കി. ടൂർണമെന്റിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് നിപ്രോ ചാമ്പ്യന്മാരായത്. സ്റ്റേഡിയത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ചാമ്പ്യന്മാർക്ക് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ട്രോഫികൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.